നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമലയിലെ മോഷണം മുഴുവൻ നടന്നത് ഇടത് സർക്കാരിന്റെ കാലത്തെന്ന് രമേശ് ചെന്നിത്തല. ദേവസ്വം മന്ത്രിമാരും ദേവസ്വം പ്രസിഡന്റുമാരുമാണ് പ്രതികളെന്നും ചെന്നിത്തല. കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവം സംഘാടക സമിതി രൂപീകരിച്ചെങ്കിലും വിവിധ സബ് കമ്മിറ്റികൾ രൂപവത്കരിച്ചില്ല. കാസർഗോഡ് ഗസൈക്കൊപ്പം എന്ന സാംസ്കാരിക പ്രതിരോധ പരിപാടി സംഘടിപ്പിച്ചു. തനിമ കലാസാഹിത്യ വേദിയും എവേക്കും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പ ഉറൂസ് പ്രചാരണത്തിന് സയ്യിദീന മാലിക് ദിനാർ നഗറിൽ തുടക്കം കുറിച്ചു. അൽബീർ 10ാം വാർഷികം പ്ലേ സ്കൂൾ പൈലറ്റ് പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ശബരിമലയിലെ മോഷണം മുഴുവൻ നടന്നത് ഇടത് സർക്കാരിന്റെ കാലത്തെന്ന് രമേശ് ചെന്നിത്തല. ദേവസ്വം മന്ത്രിമാരും ദേവസ്വം പ്രസിഡന്റുമാരുമാണ് പ്രതികൾ. അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ്ണക്കടത്താണ് നടന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റിയതുകൊണ്ട് മാത്രം രക്ഷപ്പെടാനാകില്ലെന്നും ചെന്നിത്തല കാസർഗോട്ട് പറഞ്ഞു. കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്നും ചെന്നിത്തല. ഇടതുഭരണമാണ് ദേവസ്വത്തെ പരിപൂർണമായി കൊള്ളക്കാരുടെ കേന്ദ്രമാക്കി മാറ്റിയത്. ഇപ്പം അത് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് സ്വീകരിക്കുന്നത്. ജയകുമാർ നല്ല ആളാണ്, ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം വരുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാവില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം ദേവസ്വത്തെ കട്ടുമുടിച്ചവരാണിവർ. ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്ന എന്താണ്? ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റുന്നു. അത് ഒരു മുരാരി ബാബുവോ അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമല്ലല്ലോ ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിൻ്റെ പിന്നിലുള്ള വൻ സ്രാവുകൾ രക്ഷപ്പെടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വൻ തോക്കുകൾ രക്ഷപ്പെടുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ഉത്തരവാദിത്തമില്ലേ? ദേവസ്വം മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ലേ? അപ്പോൾ അവരെ മുഴുവൻ രക്ഷപ്പെടുത്താനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഇന്ന് ശബരിമലയിലെ സ്വർണം അടിച്ചുകൊണ്ടുപോയ ആളുകൾ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു CBI അന്വേഷണം വേണമെന്ന്. കാരണം ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ട് ഉണ്ട്. അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് ലോബിയുമായി ബന്ധമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അത് കേരള പോലീസിന് എങ്ങനെ അന്വേഷിക്കാൻ കഴിയും? അപ്പോൾ ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണക്കൊള്ള, അതിൻ്റെ പിന്നിൽ വൻ ശക്തികളുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്, ദേവസ്വം മന്ത്രിമാരുണ്ട്. അവരെ ആരെയും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. അവിടുത്തെ ജീവനക്കാർ 2-3 പേരെ റിമാൻഡ് ചെയ്തതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും പുറത്തു കൊണ്ടുപോകുന്നതിന് മുമ്പ് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷനുമായും ഹൈക്കോടതി ബെഞ്ചുമായി ആലോചിക്കാതെ കൊണ്ടുപോകരുതെന്ന്. മാത്രമല്ല ദേവസ്വം മാനുവലിൽ തന്നെ പറയുന്നുണ്ട്, അവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ ശബരിമലയിൽ വെച്ച് തന്നെ നടത്തണം. ഇത് കോടതി പറയുന്നതിന് മുമ്പ് തന്നെ ദേവസ്വം മാനുവലിലുള്ള കാര്യമാണ്. അതൊന്നും പാലിക്കാതെ ഈ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഇതിൽ വലിയ അഴിമതി നടത്താൻ വേണ്ടിയാണ്. ആ അഴിമതികളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ കള്ളന്മാരെ പിടിക്കുന്നില്ല, അവർ രക്ഷപ്പെടുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഈ ഗവൺമെൻറ് ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരറിയാതെ ഈ കൊള്ള നടക്കില്ല. അപ്പോൾ കേരളത്തിലെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ യഥാർത്ഥ പ്രതികളായിട്ടുള്ള ആളുകൾ, മന്ത്രിമാരടക്കമുള്ള ആളുകളുടെ പേരിൽ ദേവസ്വം മന്ത്രിമാരും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും പേരിൽ നടപടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചെങ്കിലും വിവിധ സബ് കമ്മിറ്റികൾ രൂപവത്കരിച്ചില്ല. ഡിസംബർ 30, 31, ജനുവരി 1, 2, 3 തീയതികളിൽ മൊഗ്രാൽ ഗവൺമെന്റ് VHSSലാണ് കലോത്സവം നടക്കുന്നത്. സംഘാടക സമിതി രൂപവത്കരണത്തിന്റെ ഭാഗമായി എത്തിയ ക്ലബ്ബ് പ്രതിനിധികളെയും നാട്ടുകാരെയും കമ്മിറ്റികളിൽ ഉൾപ്പെടുത്താത്തത് പ്രതിഷേധത്തിനിടയാക്കി. കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവം ഡിസംബർ 30, 31, ജനുവരി 1, 2, 3 തീയതികളിൽ മൊഗ്രാൽ ഗവൺമെന്റ് VHSSൽ നടക്കും. കലോത്സവം വിജയമാക്കുന്നതിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. സ്കൂളിൽ വെച്ചാണ് സംഘാടക സമിതി രൂപവത്കരിച്ചത്. സാധാരണഗതിയിൽ അന്ന് തന്നെ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുമെങ്കിലും ഇത്തവണ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ
സബ് കമ്മിറ്റികൾ രൂപീകരിച്ചില്ല. കൂടുതൽ ആലോചനകൾ നടത്തി സബ് കമ്മിറ്റികൾ പിന്നീട് രൂപവത്കരിക്കുവാനാണ് യോഗത്തിൽ ധാരണയായത്. സംഘാടക സമിതി രൂപവത്കരണ യോഗം AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 20-ാം തീയതി പുതിയ ഭരണസമിതി വരുന്ന സമയമാണ്. ഏതായാലും ഒരു ഭരണസമിതി വന്നതിന് ശേഷം ഡിസംബർ അവസാന ആഴ്ച നമുക്ക് ഈ ഡേറ്റൊക്കെ ഒന്ന് നിശ്ചയിച്ച് കലോത്സവം നടത്തേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങിയ സ്ഥിതിക്ക് പ്രത്യേകിച്ച് മൊഗ്രാലിൽ നിന്ന് ധാരാളം പുറത്തുള്ള ആളുകളുണ്ട്. മൊഗ്രാലിനെ സംബന്ധിച്ചിടത്തോളം മൊഗ്രാലുകാർ ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഏറ്റവും മികച്ച രീതിയിൽ നടത്തിയ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ്. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ SN സരിത അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി രൂപവത്കരണത്തിന്റെ ഭാഗമായെത്തിയ ക്ലബ്ബ് പ്രതിനിധികളെയും നാട്ടുകാരെയും കമ്മിറ്റികളിൽ ഉൾപ്പെടുത്താത്തത് പ്രതിഷേധത്തിനിടയാക്കി. നാട്ടുകാരുടെ പ്രതിനിധികളിൽ 4 പേരെ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. കലോത്സവ മാനുവൽ പ്രകാരമുള്ള നിയമങ്ങളും ചട്ടങ്ങളും യോഗത്തിൽ കൃത്യമായി അവതരിപ്പിക്കാത്തതായിരുന്നു പ്രശ്നങ്ങൾക്കിടയാക്കിയത്. ജില്ലാ കലോത്സവത്തിന് എത്തേണ്ടിയിരുന്ന ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അവധിയായതിനാൽ ചുമതലയുള്ളയാളാണ് യോഗത്തിനെത്തിയത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും സംഘാടക സമിതിയിലെത്തിയില്ല. വിദ്യാഭ്യാസ അധികൃതർ കൃത്യമായ കൂടിയാലോചനകളോ തയ്യാറെടുപ്പോ നടത്താതെയാണ് യോഗത്തിനെത്തിയതെന്നും പ്രതിഷേധിച്ചവർ പറഞ്ഞു. കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി സബ് കമ്മിറ്റികൾ രൂപവത്കരിക്കാനും പിന്നീടൊരു ദിവസം യോഗം വിളിക്കുമെന്നറിയിച്ചാണ് സംഘാടക സമിതി യോഗം പിരിഞ്ഞത്. മൊഗ്രാൽ സ്കൂളിൽ 14 വേദികളിലായാണ് കലോത്സവം അരങ്ങേറുക. 5000-ൽ പരം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും. സ്കൂളിലെ വേദികൾക്ക് പുറമെ സമീപ പ്രദേശങ്ങളിലെ കളിസ്ഥലങ്ങളും പൊതുസ്ഥാപനങ്ങളും കലോത്സവത്തിന്റെ വേദികളാവും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തനിമ കലാസാഹിത്യ വേദിയും എവേക്കും സംയുക്തമായി സംഘടിപ്പിച്ച ഗസൈക്കൊപ്പം എന്ന സാംസ്കാരിക പ്രതിരോധ പരിപാടി ജനസാന്നിധ്യം കൊണ്ടും വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഗസൈക്ക് ഐക്യദാർഢ്യമേകി പരിപാടി സംഘടിപ്പിച്ചത്. തനിമ കലാസാഹിത്യ വേദിയും എവേക്കും സംയുക്തമായി സേവ് ഗാസ സേവ് ഹ്യൂമാനിറ്റി എന്ന മുദ്രാവാക്യമുയർത്തി ഗസൈക്കൊപ്പം വംശഹത്യക്കെതിരെ സാംസ്കാരിക പ്രതിരോധം എന്ന പേരിലാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഗസൈക്ക് ഐക്യദാർഢ്യമേകിയുള്ള പരിപാടി സംഘടിപ്പിച്ചത്. തനിമ കലാസാഹിത്യ വേദി മുഖ്യ രക്ഷാധികാരി PS അബ്ദുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത് ഫലസ്തീനിലെ കുട്ടികൾക്ക്, അവിടുത്തെ സ്ത്രീകൾക്ക്, അവിടുത്തെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യം മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനീതിക്കിരയായിക്കൊണ്ടിരിക്കുന്ന, പീഡനത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഓരോ മനുഷ്യനോടുമുള്ള ഐക്യദാർഢ്യമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗസയ്ക്കൊപ്പം എന്നത് ഇപ്പോൾ ഇതാ സുഡാനിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെ കഥയാണ്. പാവപ്പെട്ടവരായ സാധാരണക്കാരായ ആളുകൾ, സാധാരണ പ്രജകൾ ഒരു നാടിൻ്റെ സമ്പത്താണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമര പോരാട്ടങ്ങൾ, കാലഘട്ടം ആവശ്യപ്പെടുന്ന ഓരോ മനുഷ്യനും ആവശ്യപ്പെടുന്ന അവരുടെ നിലനിൽപ്പിന്റെ ഒരു സമരം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പൊതുയോഗത്തിൽ എവേക് പ്രസിഡന്റ് ഹലീമ മൂളിയാർ അധ്യക്ഷത വഹിച്ചു. സാഹിത്യവേദി പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി, പത്രപ്രവർത്തകൻ TA ഷാഫി, സിനിമാ പ്രവർത്തകൻ സുബിൻ ജോസ്, പുഷ്പാകരൻ ബണ്ടിച്ചാൽ, അഷ്റഫ് അലി ചേരങ്കൈ, നിസാർ പെറുവാട്, റഹ്മാൻ മുട്ടത്തൊടി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രവീന്ദ്രൻ പാടി, ഷെരീഫ് കൊടവഞ്ചി, ജമീല അഷ്റഫ്, ഡോക്ടർ മുംതാസ് തുടങ്ങിയവർ കവിത ചൊല്ലി. ഗസയിൽ കൊല്ലപ്പെട്ട മർത്യരെ കുഞ്ഞുങ്ങളെ അറിയുന്നു ഞാൻ, നിങ്ങൾക്കൊരു പേർ ഒരേ മുഖം. ഗസയിൽ കൊല്ലപ്പെട്ട മർത്യരെ കുഞ്ഞുങ്ങളെ അറിയുന്നു ഞാൻ, നിങ്ങൾക്കൊരു പേർ ഒരേ മുഖം. എന്തിനു കൊല്ലപ്പെട്ടു നിങ്ങളെന്നൊരു ചോദ്യം നിങ്ങൾക്കായി ഞങ്ങൾ ഒറ്റ ചോദ്യമായി ചോദിക്കുന്നു. എന്തിനു കൊല്ലപ്പെട്ടു നിങ്ങളെന്നൊരു ചോദ്യം
നിങ്ങൾക്കായി ഞങ്ങൾ ഒറ്റ ചോദ്യമായി ചോദിക്കുന്നു. എത്രയായിരം ആൾക്കാർ, എത്ര രോദനങ്ങളും, എന്തിതിൻ കണക്കുകൾ കണക്കുവെക്കും കാലം. എങ്ങോട്ട് പോകും നമ്മൾ വീട് മൺകൂനയായി? എങ്ങോട്ട് പോകും നമ്മൾ വീട് മൺകൂനയായി? ആതുരശാല കരിഞ്ഞമർന്നു, അഭയാർത്ഥി ക്യാമ്പും തകർത്തെറിഞ്ഞു. ആതുരശാല കരിഞ്ഞമർന്നു, അഭയാർത്ഥി ക്യാമ്പും തകർത്തെറിഞ്ഞു. കളിക്കൂട്ടുകാരെല്ലാം കഥയൊന്നും അറിയാതെ സ്വർഗത്തിലേക്കോ പറന്നകന്നു. പുണ്യ ഫലസ്തീനിൻ രണധീരരേ, ധീരവിമോചന പടയാളരേ, പുണ്യ ഫലസ്തീനിൻ രണധീരരേ, ധീരവിമോചന പടയാളരേ, ഈമാനിന്നാവേശം നെഞ്ചിൽ നിറച്ചുള്ള ഖുദ്സിന്റെ ധീരയുവാക്കളേ, അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. സഫ ലത്തീഫ് ഗാനമാലപിച്ചു. നിഹ്ല, നിത, നിയ എന്നു പേരുള്ള 3 കുട്ടികൾ ചേർന്ന് നടത്തിയ മോണോ ആക്ടും ഏകാംഗ നാടകവും ഏറെ ആകർഷകമായി. പരിപാടിയിൽ അവതരിപ്പിച്ച അബുദായി രചനയും റഫീഖ് മണിയങ്ങാനും ആവിഷ്കാരവും നടത്തിയ ദ ലാസ്റ്റ് ചൈൽഡ് എന്ന യുദ്ധകാല കഥ പറയുന്ന നാടകം ആസ്വാദകരുടെ മനം കവർന്നു. നമ്മളത് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. നമ്മൾ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ മൺമറിഞ്ഞു പോയ ജീവനുകൾ, യുദ്ധത്തിന്റെ ഭീകരത, അത് നമുക്ക് വെറും വാർത്തകൾ മാത്രമാണ്. നമ്മൾ യുദ്ധത്തിൽ മരിക്കുന്നവരെക്കാൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്, തീവ്രമായ വേദന അനുഭവിക്കുന്നത് അവരുടെ കുടുംബങ്ങളാണ്. അവരുടെ അനുഭവം, അവരുടെ ജീവിതം, കാല് നഷ്ടപ്പെട്ടവർ, കൈ നഷ്ടപ്പെട്ടവർ, കണ്ണുകൾ, വലത് കൈയുടെ ചൂണ്ടുവിരൽ നഷ്ടപ്പെട്ടവർ, പലതരത്തിലുള്ള ജീവിതങ്ങൾ, വിശന്ന് പട്ടിണിയും ദാഹവും മറന്നുപോയവർ, അവർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ യുദ്ധത്തിൽ അഭയാർത്ഥികളെ പോലെ നമ്മുടെ ചുറ്റുവട്ടത്ത് മരുഭൂമിയിൽ നടന്നകലുന്നവർ നമ്മുടെ മുന്നിലുള്ള കാഴ്ചകളാണ്. നമ്മൾ യുദ്ധത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സക്കീന അക്ബർ സ്വാഗതവും സുലൈഖ മാഹിൻ നന്ദിയും പറഞ്ഞു. പരിപാടി വീക്ഷിക്കുവാൻ കാസർകോട്ടെ സാഹിത്യ പ്രതിഭകളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കലാ ആസ്വാദകരും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസ് പ്രചാരണത്തിന് സയ്യിദിന മാലിക് ദിനാർ നഗറിൽ തുടക്കം കുറിച്ചു. സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു.
സയ്യിദിന മാലിക് ദിനാർ നഗറിൽ തുടക്കം കുറിച്ച പ്രചാരണം സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസ് പ്രചാരണ നോട്ടീസിന്റെ ആദ്യ പതിപ്പ് തളങ്കര സയ്യിദിന മാലിക് ദിനാർ ദർഗാ ഷരീഫ് പരിസരത്ത് വെച്ച് മാലിക് ദിനാർ വലിയ ജുമാഅത്ത് പള്ളി ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി AM അബ്ദുൾ റഹ്മാന് കൈമാറി. മാലിക് ദിനാർ, ഖത്തീബ് അബ്ദുൾ, മജീദ് ഭഗാവി എന്നിവർ പ്രാർത്ഥന നടത്തി. ചടങ്ങിൽ തളങ്കര ജമാഅത്ത് ഭാരവാഹികളായ ബഷീർ വോളിബോൾ, മൊയിനുദ്ദീൻ KK പുറം, നെല്ലിക്കുന്ന് ജമാഅത്ത് സെക്രട്ടറി ഹനീഫ് നെല്ലിക്കുന്ന്, ട്രഷറർ NA ഹമീദ്, ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് TA മഹമ്മൂദ് കൽക്കണ്ടി, ട്രഷറർ CM അഷ്റഫ്, വൈസ് പ്രസിഡന്റ് അബ്ദു തൈവളപ്പ്, സെക്രട്ടറി NM സുബൈർ, വളണ്ടിയർ കോർ സെക്രട്ടറി അനീഫ് ആപ്പു, കമ്മിറ്റി ഭാരവാഹികളായ TH മുസമ്മിൽ കടപ്പുറം, ഫൈസൽ കൊട്ടിക, PM അബ്ദുൽ ഖാദർ, അബ്ബാസ് വൈച്ചില, NA അസ്ലം, റാഷിദ് പള്ളം, നവാസ് പാദൂർ, നൗഫൽ ഖത്തർ എന്നിവർ സംബന്ധിച്ചു. ഉറൂസ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ NA ഇക്ബാൽ സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിൽ ടൈം അൺവീൽഡ് ദ യുണീക്ക് വാച്ച് എക്സിബിഷൻ ആരംഭിച്ചു. നവംബർ 7 മുതൽ 22 വരെ നടക്കുന്ന ഷോയിൽ അതിമനോഹരമായ ബ്രാൻഡ് വാച്ചുകളുടെ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രൗഢമായ ചടങ്ങിൽ എക്സിബിഷന്റെ ഉദ്ഘാടനം മഞ്ചേശ്വരം MLA AKM അഷ്റഫ് നിർവഹിച്ചു. കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിൽ വാച്ച് എക്സിബിഷൻ ആരംഭിച്ചു. ടൈം അൺവീൽഡ് ദ യുണീക്ക് എന്ന പേരിലാണ് വാച്ച് എക്സിബിഷൻ ആരംഭിച്ചത്. നവംബർ 7 മുതൽ 22 വരെ നടക്കുന്ന ഷോയിൽ അതിമനോഹരമായ ബ്രാൻഡഡ് വാച്ചുകളുടെ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. മഞ്ചേശ്വരം AKM അഷ്റഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇടം നേടിയ ഒരു ജ്വല്ലറിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ മലബാർ ഗോൾഡിൻ്റെ ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാറുണ്ട്. അഭേദ്യമായ ബന്ധം ഇതിൻ്റെ സാരഥ്യം വഹിക്കുന്ന ആളുകളുമായിട്ടുണ്ട്. മലബാർ ഗോൾഡ് എന്ന് പറയുന്ന ഒരു നാമം ഒരു MLA നിലയ്ക്ക് എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ ബിസിനസ്സിനേക്കാളും ഓർമ്മ വരുന്നത് ചാരിറ്റിയാണ്. അതാണ് മലബാർ ഗോൾഡിനെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തതയോടുകൂടി ലോകത്ത് നിലനിർത്തുന്നത്. ഞാൻ എവിടെയും കാസർഗോട്ടുകാർക്ക് വാച്ചിൻ്റെ ഒരു എക്സിബിഷൻ 10-15 ദിവസക്കാലം ഇവിടെ നീണ്ടു നിൽക്കുന്ന ഒരു എക്സിബിഷൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. 50, 20, 30, 40, 50% വരെ മികച്ച ഡിസ്കൗണ്ടോട് കൂടി വളരെ സുലഭമായി അവർക്കുള്ള ഒരു അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. Thank you so much. And that for the brand Tissot. ലോകപ്രശസ്ത 20ഓളം വാച്ചുകളുടെ അതിമനോഹരമായ കളക്ഷനുകളാണ് ഷോയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ബ്രാൻഡഡ് വാച്ചുകൾക്ക് അപ് ടു 50% വരെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഫ്രീ ബാറ്ററി റീപ്ലേസ്മെന്റ്, ഫ്രീ വാച്ച് പോളിഷിംഗ് എന്നിവ നവംബർ 22 വരെ നടക്കുന്ന ഷോയുടെ ഭാഗമായി ഉണ്ടാകും. മലബാർ ഗോൾഡ് സോണൽ ഹെഡ് ജാസർ തണ്ടേറ, തലശ്ശേരി ഷോറൂം ഹെഡ് ഷമീർ അത്തോളി, ഇൻവെസ്റ്റേഴ്സ് അൻവർ കളനാട്, മെഹമ്മൂദ് BA, വാച്ചസ് ഓപ്പറേഷൻ ഹെഡ് വിശ്വമോഹൻ മേനോൻ, ഷോറൂം ഹെഡ് വിപിൻ ഗംഗാധരൻ, ഡെപ്യൂട്ടി ഹെഡ് ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അൽബീർ സ്കൂളുകൾ 10ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ സമസ്ത 100ാം വാർഷിക മഹാസമ്മേളനത്തിൽ നാടിന് സമ്മാനമായി അൽബീർ പ്ലേ സ്കൂൾ. കേരളത്തിനകത്തും പുറത്തുമായി 3 പൈലറ്റ് പ്രോജക്റ്റുകളോടെ ആരംഭിക്കുന്ന അൽബീർ പ്ലേ സ്കൂളിന് എതിർത്തോട് ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലും ആരംഭം കുറിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലടക്കമുള്ള 450ഓളം അൽബീർ സ്കൂളുകൾ അതിന്റെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സമസ്ത 100ാം വാർഷിക മഹാസമ്മേളനത്തിൽ 10ാം വാർഷികോപഹാരമായാണ് നാടിന് അൽബീർ പ്ലേ സ്കൂൾ സമ്മാനിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമായി 3 പൈലറ്റ് പ്രൊജക്റ്റുകളോടെ ആരംഭിക്കുന്ന അൽബീർ പ്ലേ സ്കൂൾ എതിർത്തോട് ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലും ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ആരംഭം കുറിച്ചു. പ്രൗഢമായ ചടങ്ങിൽ എതിർത്തോട് ഖത്തീബ് അബ്ദുൽ നാസർ യമാനി ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്കുള്ള സ്നേഹ സമ്മാനവും അദ്ദേഹം നൽകി.
നമ്മുടെ പിഞ്ചു മക്കളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അയക്കുമ്പോൾ വളരെ നല്ല ഒരു കളങ്കമില്ലാത്ത രൂപത്തിൽ ഏത് മതസ്ഥരുടെ മക്കളായാലും ഒരേ ദീനിലായി ഈ ലോകത്തേക്ക് അവരെ അല്ലാഹു സംവിധാനിച്ചയച്ചു. എതിർത്തോട് ജമാഅത്ത് സെക്രട്ടറി ഇ അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ വൈ അബ്ദുൽ ഹമീദ്, എം അസീസ്, മുഹമ്മദ് കുഞ്ഞി, അഹമ്മദ് കുഞ്ഞി, ബേർക്ക മുഹിയുദ്ദീൻ മദനി, സക്കീർ മൗലവി, കോമ്പോട് മൗലവി, ഹനീഫ് മൗലവി, വൈ എം ഹുസൈൻ, വൈ എം ഖാദർ തുടങ്ങിയവർ സംബന്ധിച്ചു. അക്കാദമി ചെയർമാൻ ഇ അബ്ദുല്ല കുഞ്ഞി സ്വാഗതം പറഞ്ഞു. സ്കൂൾ കോർഡിനേറ്റർ ഹാഫിസ് മുഹമ്മദ് സവാദ് നന്ദി പറഞ്ഞു. അൽബീറിൻ്റെ ആ മാറ്റങ്ങൾ, ചെറിയ കുരുന്നു മക്കൾ വളർന്നു വരുമ്പോൾ തന്നെ ആ ദീനിബോധത്തോടു കൂടിയുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് അൽബീറിൻ്റെ പണ്ഡിത സഭയുടെ നേതൃത്വത്തിലുള്ള ആ സഭ ഇന്ന് പ്ലേ സ്കൂളിനെ കുറിച്ച് ആ പ്രൊജക്റ്റ് അംഗീകരിക്കുകയും അതുപോലെ തന്നെ ഇനി വരുന്ന ഈ പ്രഖ്യാപനത്തിന് ശേഷം ഇനി ഭാവിയിൽ എല്ലാ അൽബീർ സ്ഥാപനങ്ങളിലും പ്ലേ സ്കൂളുകൾ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. കുരുന്നു ഹൃദയങ്ങളിൽ ഇസ്ലാമിക ബോധം വളർത്തുവാനും അതനുസരിച്ച് ആ ചിട്ടയോടുകൂടിയുള്ള ദീനീ പഠനവും അതിനോടനുബന്ധിച്ച് തന്നെ ഭൗതിക വിദ്യാഭ്യാസവും കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അനുഭാവം ചെയ്ത ഈ മഹത്തായ പ്ലേ സ്കൂള് ഈ നാടിന് എന്നും ഒരു ആവശ്യപ്പെട്ട ഒരു സ്ഥാപനമാണ്. രക്ഷിതാക്കളും നാട്ടുകാരും തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CBSE ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് നവംബർ 11-ന് കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സെൻട്രൽ സ്കൂൾ മൈതാനിയിൽ നടക്കും. ടൂർണമെന്റിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ സ്കൂളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സെൻട്രൽ സ്കൂൾ മൈതാനിയിൽ നവംബർ 11-ന് ചൊവ്വാഴ്ച CBSE ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കും. രാവിലെ 9:30-ന് ഉദ്ഘാടന ചടങ്ങിന് ശേഷമാകും ടൂർണമെന്റ് ആരംഭിക്കുക. വൈകിട്ട് 3:30-ന് സമാപിക്കും. വിവിധ സ്കൂളുകൾ പങ്കെടുക്കുന്ന ഈ ടൂർണമെന്റിന്റെ പ്രധാന ഉദ്ദേശം വിദ്യാർത്ഥികളിൽ മികച്ച മത്സരാധിഷ്ഠിത മനോഭാവം വളർത്തുക, അവരുടെ ക്രീഡാശക്തി മെച്ചപ്പെടുത്തുക എന്നതാണ്. CBSE സിലബസ് അനുസരിക്കുന്ന സ്കൂളുകൾ തമ്മിലാണ് മത്സരം നടക്കുന്നത്. മത്സരങ്ങളുടെ നിയമങ്ങൾ, സംഘടനാ ക്രമീകരണങ്ങൾ എന്നിവ ആദ്യം തന്നെ നിശ്ചയിച്ചിരിക്കുന്നതായി സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ പറഞ്ഞു. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന അധ്യാപകരും അധികൃതരും കുട്ടികളുടെ കായിക കഴിവിനും അച്ചടക്കത്തിനും പ്രാധാന്യം നൽകുമെന്നും ഇത്തരത്തിലുള്ള കായിക പരിപാടികൾ ശരീരവികസനത്തോടൊപ്പം മാനസിക ശക്തിയും കൂട്ടായ്മയുടെ ഗുണങ്ങൾ നൽകുമെന്നും കൂടാതെ ഇത് വിദ്യാർത്ഥികൾക്ക് പുതിയ അറിവുകളും പ്രചോദനവും നൽകുമെന്നും പ്രിൻസിപ്പാൾ വിശ്വാസം പ്രകടിപ്പിച്ചു. Peace Creative School Kunjathur Management is proudly announces that we are going to organize CBSE Inter-School Football Tournament for the students, those who are studying in different CBSE schools in our locality at Manjeshwar on Tuesday, 11th November 2025. It is a wonderful experience and a golden opportunity for them. The participating teams are Kunil English Medium School Muttam, AJ Senior Secondary School Nabazar, MS Global School Marthana, Peace Creative School Vasangadi, Peace Creative School Kunjathur. So the vision behind organizing this football tournament is to trigger competitive spirit, teamwork and facing life challenges effectively. Then they can also develop interest and concentration towards studies, and hence they can score good marks in all the subjects. They also project themselves into the society. They can showcase their talents, abilities and skills to the society, and society can recognize and motivate them for the successful career. സ്കൂളിലെ അധ്യാപകരായ ഫഹദ്, AM ഹനീഫ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് തൃക്കരിപ്പൂർ ടൗൺ FC ക്ലബ് നേതൃത്വത്തിൽ ഉത്തരമേഖല ചിത്രരചനാ മത്സരം നടത്തി. വടക്കേക്കോവൽ മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചിത്രരചനാ മത്സരം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ ഉദ്ഘാടനം ചെയ്തു. 4 വയസ്സ് മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായി
തൃക്കരിപ്പൂർ ടൗൺ FC ക്ലബിൻ്റെയും ഗ്രന്ഥാലയം ബാലവേദിയുടെയും നേതൃത്വത്തിൽ വടക്കേക്കൊവ്വൽ മദ്രസ ഓഡിറ്റോറിയത്തിൽ 3 വ്യത്യസ്ത വിഭാഗങ്ങളിലായി സംഘടിപ്പിച്ച വർണ്ണപ്പകിട്ട് ചിത്രരചനാ മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 100-ൽ പരം പേർ പങ്കെടുത്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രന്ഥാലയത്തെ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ ആവശ്യമായ സംവിധാനവുമായി ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വരണം. അതോടൊപ്പം തന്നെ ഈ പരിപാടി വീട്ടിൽ കൊണ്ടുപോകുന്ന ചെറിയ കുട്ടികളാണ്. രാവിലെ ഇവിടെ എത്തിയതാണ്. 10 മണിക്കാണ് പരിപാടി വെച്ചത്. അല്പം വൈകി അവർക്ക് രക്ഷിതാക്കൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികളെയും കൊണ്ട് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചടങ്ങിൽ ഇത്രയും നല്ല ആകർഷകമായ രീതിയിലുള്ള നല്ല സംവിധാനങ്ങളൊക്കെ ഒരുക്കി കുട്ടികളെ ഈ മത്സരങ്ങളിലേക്ക് എത്തിച്ച ഇതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുകയും ടൗൺ FC ക്ലബ്ബ് പ്രസിഡന്റ് AG അക്ബർ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ VK രതീശൻ മുഖ്യാതിഥിയായിരുന്നു. ക്ലബ്ബ് ജനറൽ സെക്രട്ടറി അഖ്ദസ് അബൂബക്കർ, വടക്കേക്കൊവ്വൽ ജമാഅത്ത് പ്രസിഡന്റ് MK മുഹമ്മദ് കുഞ്ഞി ഹാജി, ജനറൽ സെക്രട്ടറി അബ്ദുൽ ജബ്ബാർ, അഡ്വക്കേറ്റ് MTP കരീം, AGC മുസ്ഫിർ, N സമീർ, M നൌഷാദ്, KV കൃഷ്ണപ്രസാദ് വൈദ്യർ, CK മൻസൂർ, AM ഫസ്ലുർ റഹ്മാൻ, OT സുൽഫത്ത് എന്നിവർ സംസാരിച്ചു. ചിത്രകാരന്മാരായ KV മധുസൂദനൻ, ഷീബ ബാബു എന്നിവർ മത്സരം നിയന്ത്രിച്ചു. പിഞ്ചുകുട്ടികളുടെ കളറിംഗ് മത്സരത്തിൽ വടക്കേക്കൊവ്വലിലെ ഹനാ ഫാത്തിമ 1-ാം സ്ഥാനവും പരപ്പയിലെ അഹമ്മദ് സയാൻ 2-ാം സ്ഥാനവും നേടി. 7 മുതൽ 12 വയസ്സ് വരെയുള്ളവരുടെ വിഭാഗത്തിൽ ഉദിനൂരിലെ അജ്മൽ അബ്ദുള്ള 1-ാം സ്ഥാനവും തൃക്കരിപ്പൂരിലെ ആദി സിറാജ് 2-ാം സ്ഥാനവും നേടി. 13 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവരുടെ വിഭാഗത്തിൽ പിലിക്കോട് മാണിയാട്ടെ N നിവേദ്യ 1-ാം സ്ഥാനം നേടി. തൃക്കരിപ്പൂരിലെ സാഹിൽ അബ്ദുൽ ഷുക്കൂർ 2-ാം സ്ഥാനവും നേടി. എല്ലാ വിഭാഗത്തിലെയും വിജയികൾക്ക് പ്രൈസ് മണി സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സ്വാതന്ത്ര്യസമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി പാറപ്പുറം സമ്മേളനത്തിൽ കേരള ഘടക രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത പാർട്ടി നേതാവ് CM കുഞ്ഞിരാമൻ നായർ സ്മാരക പുരസ്കാരം പ്രഭാഷകനും എഴുത്തുകാരനും ഗവേഷകനുമായ അജിത് കൊളാടിക്ക് നൽകുമെന്ന് CM കുഞ്ഞിരാമൻ നായർ സ്മാരക പഠനകേന്ദ്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 15-ന് നടക്കാവിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ E ചന്ദ്രശേഖരൻ MLA അവാർഡ് വിതരണം ചെയ്യും. രാഷ്ട്രമീമാംസയിലും ചരിത്രത്തിലും ബിരുദാനന്തര ബിരുദ പഠനത്തിനു ശേഷം സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പൊന്നാനിയിലെ സ്കോളാർ കോളേജിലും തിരൂർ ആർട്സ് കോളേജിലും കോഴിക്കോട് PSVM കോളേജിലും പ്രിൻസിപ്പാളായി സേവനം ചെയ്ത അജിത് കോളോടി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനത്തിലും സജീവമായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള കൊളാടി കെനിയയിൽ അധ്യാപകനായും പ്രിൻസിപ്പാളായും ദീർഘകാലം ജോലി ചെയ്തു. പഠനകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നവംബർ 15-ന് നടക്കാവിൽ നടക്കുന്ന CM കുഞ്ഞിരാമൻ നായരുടെ 33ാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനത്തിൽ മുൻ മന്ത്രി E ചന്ദ്രശേഖരൻ MLA അവാർഡ് വിതരണം ചെയ്യും. അജിത് കൊളാടിയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം രാഷ്ട്രമീമാംസ പൊളിറ്റിക്കൽ സയൻസിലും ചരിത്രത്തിലും ബിരുദാനന്തര ബിരുദം നേടുകയും വിവിധ കോളേജുകളിൽ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് വിവിധ കോളേജുകളിൽ പൊന്നാനിയിലും അതുപോലെ തന്നെ കോഴിക്കോട് ഉൾപ്പെടെ അദ്ദേഹം പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് അദ്ദേഹം ഇവിടുന്ന് കെനിയയിൽ നീണ്ടകാലം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ആളാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക്, ബിരുദ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ തന്നെ യുവജനങ്ങൾക്കൊക്കെ വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്ന അറിയപ്പെടുന്ന ആൾ കൂടിയാണ്. വാർത്താ സമ്മേളനത്തിൽ പഠനകേന്ദ്രം പ്രസിഡന്റ് രവീന്ദ്രൻ മാണിയാട്ട്, സെക്രട്ടറി K പത്മനാഭൻ, ട്രഷറർ KV ഗോപാലൻ, ഭാരവാഹികളായ M ഗംഗാധരൻ, K മധുസൂദനൻ, MP ബിജീഷ്, KV ദിലീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടംവയൽ യൂണിറ്റ് കുടുംബമേള നടന്നു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിലാണ് മേള നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടംവയൽ യൂണിറ്റ് കുടുംബമേള നടന്നു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിലായിരുന്നു കുടുംബമേള സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസിലുണ്ടായിരുന്ന സമയത്ത് കുറെ കെട്ടുപാടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് സർവീസ് അവസാനിക്കുന്നതോടുകൂടിയിട്ട് അത്തരത്തിലുള്ള വിലക്കുകളും ചങ്ങലകളും ഒക്കെ മാറുകയാണ്. അതോടെ പൊതുമണ്ഡലത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ
സാമൂഹ്യ പ്രവർത്തന രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്നതിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാണുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ വർത്തമാനകാലത്ത് ഒരിക്കലും സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്ന് അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നവരെല്ലാം സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ പ്രവർത്തകർ എന്നുള്ളത്. കാലം ആവശ്യപ്പെടുന്നത് അതാണ്. വർത്തമാനകാലത്ത് ഒരുപക്ഷെ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന തരത്തിലുള്ള രീതികൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാകുകയാണ്. പുതിയ തലമുറയുടെ ചിന്താഗതികളും നമ്മുടേതായിട്ടുള്ള ചിന്താഗതികളും ആശയവിനിമയം ഇല്ലാത്തത് കൊണ്ട് മാത്രം രണ്ട് തരത്തിൽ പോകുന്നത്. ആശയവിനിമയം കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ അവരുടെ രീതികളും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യവും അവരുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഒരേ രീതിയിൽ തന്നെയാണ്. അവർ കാണുന്ന ഒരു കോണിലൂടെയല്ല ഒരുപക്ഷെ നമ്മൾ കാണുന്നത് എന്ന് മാത്രമല്ല, നമ്മൾ കാണുന്ന വീക്ഷണകോണായിരിക്കില്ല അവരുടേതെന്ന് മാത്രം. ചിന്താഗതികൾ, ആശയധാരകൾ ഒരുപോലെ ഉണ്ടാവും. അപ്പം അത് കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോഴത്തെ തലമുറയെ ആൽഫ തലമുറ എന്തൊക്കെയോ പേരിട്ടിട്ടാണ് നമ്മൾ വിളിക്കുന്നത്, ന്യൂജൻ എന്നുള്ള രീതിയിൽ. അപ്പം അവർ എല്ലാം ഷോർട്ടായി ഉപയോഗിക്കുകയാണ്. പല കാര്യങ്ങൾക്കും വളരെ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകത പോലെ തന്നെ എല്ലാം ഷോർട്ടാണ്. പ്രസിഡന്റ് എൻ രാധ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് എക്സൈസ് ഇൻസ്പെക്ടർ NG രഘുനാഥ് ലഹരി വിരുദ്ധ സന്ദേശം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. KV സതി സ്വാഗതവും TTV ലീല നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോ തൊഴിലാളി യൂണിയൻ ചാമുണ്ടിക്കുന്ന് യൂണിറ്റ് സമ്മേളനം നടന്നു. മുക്കോട് റെഡ് സ്റ്റാർ ക്ലബ്ബിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. ഓട്ടോ തൊഴിലാളി യൂണിയൻ ചാമുണ്ടിക്കുന്ന് യൂണിറ്റ് സമ്മേളനം മുക്കോട് റെഡ് സ്റ്റാർ ക്ലബ്ബിൽ വെച്ചാണ് നടന്നത്. ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കുക, ചാമുണ്ടിക്കുന്നിൽ പൊതു ശൌചാലയം നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി ഉണ്ണി നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മള് ഓരോ വർഷവും പാർലമെന്റ് സമ്മേളനം കൂടുമ്പോൾ തന്നെ റെയിൽവേക്ക് പ്രത്യേകിച്ച് ബഡ്ജറ്റ് ഇല്ല. ആ ബഡ്ജറ്റ് എന്ന സംവിധാനമേ ഇല്ലാത്ത ഒരു സ്ഥിതിക്ക് മാറുകയുണ്ട്. അപ്പോൾ ആ 90 കാലഘട്ടത്തിൽ നമ്മുടെ റെയിൽവേ മേഖലയെ ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന 10-18 ലക്ഷത്തോളം തൊഴിലാളികൾ ആ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ 10-35 വർഷത്തിന്റെ ഒട്ടനവധി മാറ്റങ്ങൾ റെയിൽവേ ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിൽ കൂടി കടന്നു പോകുന്ന കൊങ്കൺ റെയിൽവേ ഉൾപ്പെടെ വലിയ വികസനങ്ങൾ റെയിൽവേ ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നാലും 10-18 ലക്ഷത്തോളം പണിയെടുത്തുകൊണ്ടിരുന്ന ആ മേഖലയിൽ ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ തന്നെ അങ്ങനെ ഇല്ല തൊഴിലാളികൾ 18 പകരം 10-25 ലക്ഷം തൊഴിലാളികൾ പണിയെടുക്കേണ്ട ഒരു മേഖല ആയി മാറേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഹിതപരിശോധന പരിശോധിച്ചാൽ തന്നെ 8-9-10 ലക്ഷം തൊഴിലാളികൾ മാത്രമാണ് ഇപ്പോഴും റെയിൽവേ ബന്ധപ്പെട്ടുകൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം. യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് കുന്നുപാറ അധ്യക്ഷത വഹിച്ചു. UK പവിത്രൻ, ഉണ്ണി പാലത്തിങ്കാൽ, PR രാജു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കരുണാകരൻ ചാമുണ്ടിക്കുന്ന്, രാജീവൻ കന്നിക്കുളങ്ങര എന്നിവർ സംസാരിച്ചു. സജേഷ് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. രാജേഷ് കുന്നുപാറ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി ചാരി നാരായണൻ സ്വാഗതവും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ രതീഷ് OK വരവ് ചെലവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി രാജേഷ് കുന്നുപാറയെയും സെക്രട്ടറിയായി ചാരി നാരായണനെയും ട്രഷററായി രതീഷ് OKയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാമുണ്ടിക്കുന്ന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമലയിലെ മോഷണം മുഴുവൻ നടന്നത് ഇടത് സർക്കാരിന്റെ കാലത്തെന്ന് രമേശ് ചെന്നിത്തല. ദേവസ്വം മന്ത്രിമാരും ദേവസ്വം പ്രസിഡന്റുമാരുമാണ് പ്രതികളെന്നും ചെന്നിത്തല. കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവം സംഘാടക സമിതി രൂപീകരിച്ചെങ്കിലും വിവിധ സബ് കമ്മിറ്റികൾ രൂപവത്കരിച്ചില്ല. കാസർഗോഡ് ഗസൈക്കൊപ്പം എന്ന സാംസ്കാരിക പ്രതിരോധ പരിപാടി സംഘടിപ്പിച്ചു. തനിമ കലാസാഹിത്യ വേദിയും എവേക്കും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പ ഉറൂസ് പ്രചാരണത്തിന് സയ്യിദീന മാലിക് ദിനാർ നഗറിൽ തുടക്കം കുറിച്ചു. അൽബീർ 10ാം വാർഷികം പ്ലേ സ്കൂൾ പൈലറ്റ് പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.